ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അമേസിംഗ് കേക്കാണ്. ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് കേക്ക് അല്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നുന്ന ഒരു കേക്കാണ്. ഇതിന്റെ ക്രീം ഒരു സ്പെഷ്യൽ ക്രീമാണ്. സാധാരണ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള ക്രീമല്ല. കേക്കാണെങ്കിലും നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഐസിങ് ഷുഗറാണ് കേട്ടോ എടുക്കുന്നത്. ഐസിങ് ഷുഗർ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ച് എടുത്തിരുന്നാലും മതി. ഐസിങ് ഷുഗർ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടെക്സ്ചറിലും ടേസ്റ്റിലും കിട്ടും. അപ്പം 150 ഗ്രാം ഐസിങ് ഷുഗറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് എടുക്കേണ്ട, മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശെയായിട്ട് പൊടിച്ചിട്ടൊന്ന് എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു കപ്പൊക്കെ ഉണ്ടാവും. അത് നമ്മൾ പൊടിച്ചെടുത്താലും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോഴാണ് നല്ല ഒരു ഫൈൻ പൗഡറായിട്ട് കിട്ടണം. ഐസിങ് ഷുഗർ അല്ല, പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് അങ്ങ് പൊടിച്ചിരുന്നാൽ മതി. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നമുക്ക് അരിപ്പയിലേക്ക് ഇട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഡാർക്ക് കോമൺ, ഒരു 5 ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ, അത് നമുക്ക് എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് നല്ല തിളച്ച പാൽ 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കി ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതങ്ങ് മെൽറ്റ് ആയിക്കോളും. ഇനി മൈക്രോവേവ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈക്രോവേവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിരുന്നാലും മതി. നന്നായിട്ട് മിക്സായിട്ട് സ്മൂത്തായിട്ട് വരണം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ബീറ്റർ കൊണ്ട് അടിച്ച് നല്ല സ്മൂത്താക്കി ഒന്ന് എടുക്കാം. നമുക്ക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടും മിക്സ് ചെയ്തെടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുക്കേണ്ടത്. അതുകൊണ്ട് 1 നുള്ള് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊന്ന് മാറി വൈറ്റ് കളറിലേക്ക് ആയിട്ടുണ്ട്. ഇതുവരെ ആവണം. ഇനി നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഐസിങ് ഷുഗർ കുറേശ്ശെ ആയിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഐസിങ് ഷുഗർ മുഴുവനായിട്ടും ഇതിലിടണം, പക്ഷേ ഒരുമിച്ചിടണ്ട, കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊക്കോ പൗഡർ അതും ഇട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് അങ്ങിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം കൊക്കോ പൗഡറും ഐസിങ് ഷുഗറും മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്, നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് കോമ്പൗണ്ട് പാലും കൂടെ ഉള്ളത് ഒഴിച്ചു കൊടുക്കാം. അത് മുഴുവനായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ക്രീമിന്. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വീട്ടിലെടുത്ത് വെച്ചിരിക്കുന്ന പാലിൻ്റെ പാട ഉണ്ടെങ്കിൽ അതെടുത്തിരുന്നാലും മതി. 1 ടേബിൾ സ്പൂൺ മതിയാകും. അതുകൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. അത് മതി. പാടയാണ് എടുക്കുന്നതെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ച് സ്മൂത്ത് ആക്കിയതിന് ശേഷം വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. വിപ്പിംഗ് ക്രീമാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇല്ലെങ്കിൽ പാലായാലും കുഴപ്പമൊന്നുമില്ല. 1 ടീസ്പൂണൊക്കെ മതിയാക്കും. നമുക്കിത് ക്ലിംഗ് റാപ്പ് വെച്ച് അടച്ച് ഇതൊരു 10 മിനിറ്റ് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. തുറന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ നല്ലൊരു ടെക്സ്ചറാകും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഒന്ന് അടിച്ചാൽ മതി, അത് മതി. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട. ഈ ഒരു കാര്യം നമുക്ക് തലേ ദിവസമേ ചെയ്ത് വെക്കാം കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു ക്രീം എന്ന് പറയുന്നത് ഉണ്ടാക്കി അന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് നെക്സ്റ്റ് ഡേയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ തലേ ദിവസം ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് ക്ലിംഗ് റാപ്പ് വെച്ച് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 50 ഗ്രാം ബട്ടറാണ് എടുക്കുന്നത്. ബട്ടർ എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ. അൺസോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ നമുക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടർ തന്നെ എടുക്കണം കേട്ടോ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൽ ഉപ്പ് കൂടിപ്പോവും. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ബട്ടർ ഒന്ന് നന്നായിട്ട് അടിച്ചൊന്ന് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ഒരു വൈറ്റ് കളറിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഇട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ഒഴിക്കേണ്ട. ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് മിക്സാക്കി നോക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് മിക്സാക്കിയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ മതി.
ഒരുപാട് ലൂസായി പോകരുത്. നമ്മൾ 5 ഇഞ്ച് വരുന്നൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്ക്യൂർ വെച്ചൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അതപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് സാധാരണ ഒരു അലൂമിനിയം പാത്രമാണ്. അത് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. റിങ്ങിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ അടപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ബേക്കിംഗ് ട്രേ ചെറുതല്ലേ. നമുക്ക് ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ച് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ്സ് ഒക്കെ മതിയാകും. ടൈമും ഓവനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ഓവൻ സെറ്റപ്പിലാണെങ്കിലും നമ്മൾ 20-25 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കൊന്ന് നോക്കണം. എന്നിട്ട് സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കൊടുത്തിരുന്നാൽ മതി. ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. സ്ക്യൂർ വെച്ച് കുത്തി നോക്കി ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊരു നുള്ളു ഉപ്പും കൂടി ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് കുറച്ച് സമയം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫായി കൊടുക്കാം. കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്ക് മോൾ ഭാഗം കുറച്ച് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 ലെയറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രം സോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ക്രീം എടുത്തിട്ടുണ്ട്. ഈ ക്രീം ഞാൻ ഈ തലേദിവസം ചെയ്ത് വെച്ചാണ് കേട്ടോ. അതുകൊണ്ട് നല്ല തിക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടേ എടുക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കേക്കിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നല്ല സ്മൂത്ത് ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് മതി. നമുക്ക് കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കാം. ഇത് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ക്രീം എടുത്ത് നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം ആക്കണ പോലെ ഒരുപാട് തിക്കായിട്ട് വേണ്ട, ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ലെയർ മതി. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിരുന്നാലും മതി. അടുത്ത ലെയർ വെക്കുന്നുണ്ട്. സിറപ്പ് ഒഴിക്കാം. ഇതുപോലെ തന്നെ ക്രീം ആക്കി കൊടുക്കാം. ചോക്കോ ചിപ്സ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ക്രീം മുഴുവനായിട്ട് അങ്ങ് തേച്ച് കൊടുക്കുകയാണ്. മുകളിലും സൈഡിലുമായിട്ട് അങ്ങ് തേച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം ചെയ്യുന്ന പോലെ അത്രയും അങ്ങോട്ട് ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പറ്റുന്ന പോലെ ഫിനിഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, ഒരു അൺഫിനിഷ്ഡ് ലുക്കാണ് ഉണ്ടാവുക. അതിപ്പോൾ ഒന്ന് സൈഡൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ സൈഡിലോട്ട് കുറച്ച് ചോക്കോ ചിപ്സ് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. പുറത്ത് വെക്കണ്ട, ബട്ടർ ക്രീം അല്ലേ, അപ്പം പെട്ടെന്ന് മെൽറ്റായി പോകാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിലേക്ക് വെച്ചെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഫിനിഷിംഗ് ഒക്കെ ചെയ്യാം. നമുക്കൊരു 2-3 കഷ്ണം ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മൈക്രോവേവിൽ വെക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിലിംഗ് ചെയ്തിരുന്നാലും മതി. നമ്മൾ 2 ഓറിയോ ബിസ്ക്കറ്റ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് കോമ്പൗണ്ട് ഒഴിച്ചു കൊടുക്കും. ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയായിരിക്കും നല്ലത്. ഈസി ആയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ. ചെയ്യുന്ന കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ അതൊന്ന് കട്ടിയായിട്ട് വരട്ടെ. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ അത് തിക്കായിട്ടുണ്ട്. നമുക്ക് ഈ സൈഡും കൂടെ നമുക്ക് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ആക്കി കൊടുക്കാം. ബാക്കിയുള്ള ഡാർക്ക് കോമ്പൗണ്ട് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഫ്രീസറിലാട്ടോ വെച്ച് പെട്ടെന്നൊന്ന് സെറ്റായി കിട്ടാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തണുത്ത് കട്ടിയായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കാം. കത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഒന്നുകിൽ ചൂടുവെള്ളത്തിൽ മുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗ്യാസിൻ്റെ മുകളിലൊന്ന് കാണിച്ചാലും മതി. അങ്ങനെ ചെയ്യുമ്പോൾ 2 കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കിട്ടും കേട്ടോ. അപ്പോൾ അത് മതി. എന്താ പറയുക, ഒരു വേറൊരു ലുക്ക്. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിലെടുത്ത ഡാർക്ക് കോമ്പൗണ്ട് ഇതുപോലെ സൈഡിലായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ആ സൈഡിലും വരച്ചിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡിലും വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഓറിയോ ബിസ്ക്കറ്റ് നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഒന്നിൽ ഞാൻ ഒരു ടൂത്ത് പിക്ക് കുത്തിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ചരിച്ചങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. ടൂത്ത് പിക്ക് പെട്ടെന്ന് കുത്തി ഇറങ്ങിപ്പോയിക്കോളൂ കേട്ടോ ബിസ്ക്കറ്റിലേക്ക്. നമുക്ക് കുറച്ച് ഗോൾഡൻ ബോൾസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ലൈനിൻ്റെ മുകളിലും നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ മുകളിലും ഒക്കെ ആയിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അടിപൊളി, നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, ഒരു വിൻറ്റേജ് ലുക്ക് ഉള്ള ഒരു കേക്ക്, ഒരു ആൻറ്റീക്ക് ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിപ്പം ഏകദേശം ഒരു 1/2 കിലോ വരുന്ന കേക്ക് കേട്ടോ. 1/2 കിലോ കഴിഞ്ഞ് കൂടുതൽ വരും, ഒരു 600 ഗ്രാമൊക്കെ വരും. ഈ കേക്കിൻ്റെ റേറ്റ് വരുന്നത് ഒരു 600 to 750 ഒക്കെയാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കേക്കാണ്. അപ്പം നമ്മൾ സാധാരണ പോലെ അല്ലല്ലോ, ബട്ടറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്രീമാണേലും സ്പെഷ്യൽ ക്രീമാണ്, കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ക്രീം തന്നെയാണ്. അതിന് മാത്രമുള്ള ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഒട്ടും കൂടുതലല്ല റേറ്റ്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടോ കേക്ക് ഇരിക്കുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ.
എന്താ പറയുക, അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. ആ ക്രീമും ആ കേക്കും രണ്ടും കൂടെ വരുമ്പോഴത്തേക്കും കേക്ക് നല്ല ജ്യൂസിയാണ്. അതിൻ്റെ കൂടെ സാധാരണ ഇതുപോലത്തെ കേക്കുകൾ ആരും അങ്ങനെ ജ്യൂസി ആക്കി ചെയ്യാറില്ല. പക്ഷേ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ക്രീം അമേസിങ് ടേസ്റ്റാട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക്. കാരണം വെച്ചാൽ ഒരുപാട് ചോക്ലേറ്റി അല്ല, എന്നാൽ ചോക്ലേറ്റ് കേക്കുമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.